CPM-നെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ച നിരവധിയായ വ്യാജ വാർത്തകളുണ്ട്. പക്ഷേ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഒരു വ്യാജ വാർത്ത കേരളത്തിന് ധനസഹായം കിട്ടാതിരിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ഏഷ്യാനെറ്റ് അവരുടെ എഡിറ്റോറിയൽ ടീമിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് അത് പറഞ്ഞത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പൂർണ്ണമായ തെളിവുകളുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്യാണ്. കുംഭമേളയെക്കുറിച്ച് സിന്ധു സൂര്യകുമാർ നടത്തിയ പരാമർശം, സിന്ധു സൂര്യകുമാർ അതിന് മോശമായ പരാമർശമൊന്നും നടത്തിയിട്ടില്ല. ആകെ പറഞ്ഞത് ഇടതുപക്ഷത്തിനെ കുറ്റം പറയാനായിട്ട് ഒരു അലങ്കാരം എന്നുള്ള നിലയ്ക്ക് ആ വഴിക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ കൂടി പോകുന്നുണ്ട്, 64 കോടി ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയിൽ അത് നോട്ടിൽ ചിപ്പ് വെച്ച പോലെയാണോ എന്ന് സംശയിക്കുന്നു എന്ന് മാത്രമാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞത്. അല്ലാതെ അതിനെ മോശമാക്കി പറഞ്ഞിട്ടില്ല. സിന്ധു സൂര്യകുമാറിനും കിട്ടാനുള്ളത് നല്ല തികച്ചായിട്ട് കിട്ടി. ഏഷ്യാനെറ്റ് എന്നുള്ള വാർത്താ ചാനല് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വാങ്ങിച്ചത് എന്നുള്ളതിനുള്ള ഉദാഹരണം നമുക്ക് തെളിവ് സഹിതം വന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് കൊണ്ടുവരാനായിട്ട് ഏഷ്യാനെറ്റ് ശ്രമിച്ചത്. കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വൃത്തികേട് അതിനെ നല്ല പട്ടുതുണിയിൽ പൊതിഞ്ഞ് നമുക്ക് തന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ വി. ഡി. സതീശൻ പറഞ്ഞത് ഒരു ഭംഗിവാക്കല്ല. കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ തന്നെ നിക്ഷേപകർ, അതായത് ഈ സ്ഥാപനത്തിന് പണം മുടക്കിയ ആളുകൾ എഡിറ്റോറിയൽ ഇടപെടാത്ത ഏക സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കും. അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം. ഇതിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ്. മാനേജ്മെൻറ്റിൻ്റെ 0% ഇടപെടലുള്ള ഏക സ്ഥാപനമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പല രീതിയിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ട ചാനലാണ്. കാരണം എപ്പോഴും എല്ലാവർക്കും ഇടം നൽകുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ടാഗ് ലൈൻ നേരോടെ നിർഭയം നിരന്തരം എന്ന് തന്നെയാണ്. പറയുന്നില്ല, പരാതികൾ ഓഫ് കോഴ്സ് ഉണ്ടാകാം, അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. തെമ്മാടി ഭരണം പോകുന്നിടം വരെ തുടരട്ടെ. തെമ്മാടി ഭരണം പോകുന്നിടം വരെ തുടരട്ടെ. കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ബനാമി ഇടപാട്, സ്വർണ്ണക്കടത്ത്, പറ്റിപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ്, സാധാരണഗതിയിൽ മോശം, ചീത്ത എന്നെല്ലാം നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യത്തിലും കേരളത്തിൽ വിവാദമുണ്ടാകുമ്പോൾ അതിന്റെ ഒരറ്റത്ത് കേൾക്കുന്ന പേരാണ് ബിനീഷ് കോടിയേരി എന്ന പേര്. ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം എന്താ കേരളത്തിൽ ആവശ്യം? ആരാണ് രാജീവ് ചന്ദ്രശേഖർ? ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പം സ്ഥിരമായി ചോദിക്കുന്നത്, തറവാട്ട് വീട്ടിൽ വട്ടമേശ സമ്മേളനം ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കാമോ എന്നാണ് ചോദിക്കുക. ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായി തന്നെയാണ് പലരും എന്നോട് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അതിഥി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ യോഗ്യനാണോ എന്ന് പോലും എനിക്കറിയില്ല. 2004 ആദ്യമായിട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 20 വർഷം. ഈ നേർക്കുനേർ പരിപാടിയുടെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കാണാതിരുന്ന ഒരു മുഖം ശ്രീജിത്ത് പണിക്കരുടെയാണ്. ശ്രീജിത്ത് പണിക്കർ, റെജിമോൻ കുട്ടപ്പൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെ വിനു വി ജോൺ, ഇവരൊക്കെ കൂടി 2004 മുതൽ ഇതേവരെ എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്തി എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് നമുക്ക് തന്ന ഏറ്റവും നല്ല പാഠം. ഏതൊരു വിഷയം വന്നാലും ഇവരാണ് ചർച്ച നടത്തുക. ഇനി ഒരാളെ കാണാം, അദ്ദേഹമാണ് കുറെ കാലം ഏഷ്യാനെറ്റിനെ നിയന്ത്രിച്ചിരുന്നത്, ന്യൂസ് അവറിനെ നിയന്ത്രിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വന്ന് ആ ഷോയിൽ അതിഥിയാകാൻ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രൊഡ്യൂസറായി വന്ന് ആ ഷോയിൽ അതിഥിയാകാൻ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പ്രിവിലേജ് എനിക്ക് മാത്രമാണുള്ളത്. എന്തായാലും ഏഷ്യാനെറ്റിനെ പറ്റി അഭിമാനബോധത്തോടെ അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ഇതല്ല, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനലിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷാജഹാൻ എന്ന് പറഞ്ഞൊരു മാപ്രയെ കൊണ്ട് അങ്ങനെ പറയുമ്പോൾ വിഷമം തോന്നരുത്. കാരണം അയാൾ ചെയ്തത് അത്ര വൃത്തികെട്ട ഒരു പരിപാടി ആയതുകൊണ്ടാണ്. ഈ എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും പ്രൊജക്ഷനൊന്നും തിരിച്ചറിയാതെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീളുന്നതിനെതിരെ ഉള്ള വാർത്ത ചെയ്തത്. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. എല്ലാം തെളിവായി പുറത്തു വരുമ്പോൾ, നമ്മൾ പറയുന്നതെല്ലാം ശരിയായി വരുമ്പോൾ പറയേണ്ടതൊന്നുമില്ലല്ലോ. എങ്കിലും ഇത് പറഞ്ഞു എന്ന് മാത്രം. അവകാശവാദങ്ങൾക്കപ്പുറം സത്യമുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ നമ്മളത് പറയുമല്ലോ. PG സുരേഷ് കുമാർ നമ്മളത് പറയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.